ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്നി ഉണ്ടാക്കാനാട്ടോ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൽ ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ കൊത്തിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. ഇത് പിന്നെ കുറച്ചുകൂടി ഇടണം. പിന്നെ ഇതിൽ ഞാൻ ഇപ്പോൾ ഇഞ്ചി അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ഇഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ കുറച്ച് പൊട്ടുകടല ഇടണം ടേസ്റ്റിന്. ഞാനിപ്പോൾ അതെടുത്തുകൊണ്ട് വരട്ടെ. പൊട്ടുകടല ഒരു 4-5 സ്പൂണ്, ചെറിയ സ്പൂണാട്ടോ, വലിയ സ്പൂണല്ല, ചെറിയ സ്പൂണാണ്. അപ്പോൾ ഞാനതെടുത്തിട്ട് ഇപ്പോൾ 4-5 സ്പൂണ് പൊട്ടുകടല ഇടും. പൊട്ടുകടല ഇടുന്നത് ചിലർക്കത് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ. തേങ്ങ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പിന്നെ ഇടും. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇടാം, വെളുത്തുള്ളി ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അരയ്ക്കാൻ എടുത്തുകൊണ്ട് പോണ സമയമാകുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഇതിൽ നമുക്ക് തേങ്ങ കൊത്തി ഇടാം. ഇപ്പം ഞാൻ തേങ്ങ കൊത്തി എടുക്കാനുള്ള ഇതിലാണ്. ഇപ്പോൾ അരമുറി തേങ്ങയുണ്ട്. അപ്പോൾ അരമുറി തേങ്ങയിൽ കുറച്ച് കൊത്തി പൊളിച്ചതിലിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ചായക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരാണ്. അരമുറി തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ട്. അത് പൊളിച്ചെടുക്കണം. പൊളിച്ച് മിക്സിയിലിട്ടിട്ട്, അപ്പോൾ ഞാൻ അതായപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അരമുറി തേങ്ങ പൊളിച്ച് ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുന്നത് പഠിക്കരുത് കേട്ടോ. അരമുറി തേങ്ങയൊന്നും ചിരണ്ടി എടുത്താൽ മതി. കൊത്തി പൊളിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാനിത് അർജൻറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനത് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി വെച്ച് കൊത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതിൽ ഇപ്പോൾ ചട്നി ഉണ്ടാക്കുമ്പോൾ നമുക്ക് തേങ്ങ, പച്ചമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇടാം, റെഡ് ചില്ലി, ഡ്രൈ ചില്ലി, വട്ടൽമുളക് എന്ന് പറയാം. അത് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, പച്ചമുളക് തന്നെ ഇടാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പുളി വേണം, പുളി ഇടാം. കുറച്ച് ഇട്ടാൽ മതി, കുറേ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഇടുന്നുള്ളൂ. കുറച്ചിട്ടാൽ അത് നല്ല അതിൽ പുളി പിടിക്കും. അല്ലെങ്കിൽ തക്കാളി ഇടാം കേട്ടോ. പുളി ഇല്ലെങ്കിൽ തക്കാളി, ഒരു തക്കാളിയൊക്കെ ഇട്ടാൽ മതി. ചിലർ ഇതിൽ കൊത്തമല്ലിയൊക്കെ ഇടും. പക്ഷെ ഞാനിതിൽ കൊത്തമല്ലിയൊന്നും ഇടുന്നില്ല. ഞാനിപ്പോൾ ഇത് കൊത്തി അരിഞ്ഞതിലിട്ടിട്ട് കുറച്ച് എന്താ പറയുക, വെളുത്തുള്ളി, പച്ചമുളക്, പുളി, ഇത്ര മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി ചട്നി കിട്ടും. അപ്പോൾ അതപ്പോൾ ഞാൻ ഇന്ന് കാലത്തേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കണേ തേങ്ങ ചട്നിയും പിന്നെ ദോശ. ദോശയുടെ മാവ് ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ 2 ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ദോശയുടെ മാവ് ഉണ്ടാക്കി ഒരു 2-3 ദിവസത്തേക്ക് നമുക്ക് യൂസ് ആവും. പിന്നെ അത് പെട്ടെന്ന് ആവും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലി ആരും കഴിക്കില്ല അത്ര. ഇഡ്ഡലി ആർക്കും ഇഷ്ടമല്ല. ദോശയാണ് കൂടുതൽ ഇഷ്ടം. അത് ഞാൻ കഴിക്കുമ്പോൾ അത് ഉള്ളിയൊക്കെ ഇട്ട് ഉത്തപ്പയാക്കിയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇത് വളരെ നീറ്റായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അത് അരിഞ്ഞ് കിട്ടും. കട്ടിക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. നമുക്കിത് പെട്ടെന്ന് ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. നമുക്ക് ചിരണ്ടി എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ കൊത്തി അറിഞ്ഞിടേണ്ടതിൽ.
പിന്നെ വെളുത്തുള്ളി 3 മതി കേട്ടോ. 3 അത് സൈസ് അനുസരിച്ച്. വലിയ സൈസാണെങ്കിൽ ഒരു 2 ഇതിൽ മതി. ചെറുതാണെങ്കിൽ ഒരു 3 4 മതി. അതേ കൂടുതൽ, അതിന് ഭയങ്കര നല്ല സ്വാദായിരിക്കും. സോ 3 മതി. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ 3 ഇട്ടിട്ടുണ്ട് ചെറുതായതുകൊണ്ട്. നമുക്ക് കുറച്ച് പുളി ഇടാം. പുളി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതലിടരുത് പുളി. ഈ പറഞ്ഞ പോലെ വലിയൊരു കഷ്ണം എടുത്ത് ഇടൊന്നും ഇടരുത്. ജസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള പുളി, ഒരു ചെറിയ ഉണ്ണി കഷ്ണം. ഓക്കെ, ചെറിയ ഉണ്ണി കഷ്ണം മതി. ചെറിയ കഷ്ണം, പേരിനൊരു പുളി. കുറച്ചിട്ടാൽ തന്നെ നല്ല പുളി, നല്ല സ്വാദായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. കുറച്ച് പുളി ഇട്ടിട്ട് അരച്ചാലും നല്ല ടേസ്റ്റി ആയിരിക്കും. പുളി അല്ലെങ്കിൽ തക്കാളി ഇടാം. തക്കാളി ആണെങ്കിൽ നോക്കി കണ്ടു, വലിയ സൈസാണെങ്കിൽ 1/2 മുറി അല്ലെങ്കിൽ 3/4. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പുളി കുറച്ച് മതി. ഇത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കുറച്ച് മതി. അതിലൊരു ചെറിയ ഉണ്ണി കഷ്ണം കണ്ട, അത്രയേ ഉള്ളൂ. അത് മാത്രം മതി. അത് കുറച്ചിട്ടിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കണത്. അപ്പോൾ ഈ ഇടുമ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ, മറന്ന് ഇരിക്കുകയാണ്. പച്ചമുളക് ഇട്ടിട്ടില്ല. പുളി ഇട്ടിട്ട് കാണിച്ചതാണ്. പുളിയിട്ട് കുറച്ച് പൊട്ടുകടലയിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. പാകത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. കാലത്ത് തന്നെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിപ്പോൾ തിളച്ചിപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സി എടുത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ അരയ്ക്കുകയാണ് കേട്ടോ. പെട്ടെന്നാവും. നമുക്ക് ചട്നി നോക്കി വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏത് ചട്നി എങ്ങനെയും ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുക. നമുക്ക് പീനട്ട് ചട്നി ഉണ്ടാക്കാം, വറുത്തരച്ച ചട്നി ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. എല്ലാം നല്ലതായിരിക്കും. ചപ്പാത്തിക്ക് നല്ലതാണ്, ദോശയ്ക്ക് നല്ലതാണ്. ഞാൻ ഇതിൽ മുളകെടുത്ത് ഒരു 4 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ എത്ര എരിവ് വേണം അത്ര നോക്കി നിൽക്കണം. ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനത് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയി വീടിൻ്റെ വാതിലൊക്കെ തുറന്നു. വെളിച്ചം വന്നു കഴിഞ്ഞിട്ടായിരിക്കും വാതിലൊക്കെ തുറക്കണം. വാതിലും ഗേറ്റ് ഇതൊക്കെ തുറക്കുന്നത്. കുറച്ച് വെളിച്ചം വന്നതിന് ശേഷം ഇരുട്ടത്ത് ഞാൻ പോയില്ല. ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഈ കുറച്ച് പേടിയാണ്. പുറത്ത് എന്തെങ്കിലും ഇഴജന്തുക്കളോ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ലൈറ്റ് ഇട്ട് ഞാൻ പുറത്ത് വാതിൽ തുറക്കാൻ പോകുന്നതാണ്, ഗേറ്റൊക്കെ. വെളിച്ചമുണ്ട്, പുറത്ത് കുറച്ച് വെളിച്ചമുണ്ട്. പക്ഷെ വെളിച്ചം വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഔട്ട്സ്കേർട്സാണ് ബാംഗ്ലൂരിൻ്റെ. കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ നമുക്ക് പോകണം. അപ്പോൾ ഇവിടെ ഞാൻ ഗേറ്റൊക്കെ തുറക്കാനാണ് പോകുന്നത്. ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് പുറത്ത് മാതാവിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത്, പിന്നെ ഗേറ്റ് തുറന്ന് പുറത്ത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. പക്ഷെ അവിടെ വലിയ മെർക്കുറി ലാമ്പുണ്ട്, അത് കറക്റ്റ് സമയത്ത് അത് ഓഫ് ആവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഞങ്ങൾ മാനുവലായിട്ട് ചെയ്യണം, ഞങ്ങൾ പോയി ഓഫ് ചെയ്യണം. അതേപോലെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ ഞാൻ ലൈറ്റൊക്കെ ഇടും, സ്ട്രീറ്റ് ലൈറ്റ്സ്, മാതാവിൻ്റെ ലൈറ്റൊക്കെ. അതേപോലെ ലൈറ്റ്സൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു അതേ തന്നെ എല്ലാം ലൈറ്റ്സ് ഓഫ് ചെയ്യും. അപ്പോൾ അതായപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്ത് പോയി എല്ലാം ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ഒരുവിധം
ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ വിളിക്കുള്ളൂ, അവന് കോളേജിൽ പോകാൻ. അത്ര വരെ കടന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിടും. അവർക്ക് കുറേ പഠിക്കാനുണ്ട്. അവന് പരീക്ഷ തുടങ്ങി ഓഗസ്റ്റ് 1 മുതൽ, മോൾക്ക് 20 ഈ മാസം 20 മുതൽ തുടങ്ങും. അപ്പോൾ രണ്ടാളും നന്നായിട്ടൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഇത് കിടക്കുന്നത് കുറച്ച് ലേറ്റാണ്. എൻ്റെ മോൻ രാത്രിയിലേ പഠിക്കുള്ളൂ, മോളുടെ പോലെയല്ല, രാത്രിയിലേ ഇരുന്ന് പഠിക്കുള്ളൂ എല്ലാം. അപ്പോൾ അവൻ കുറച്ച് ലേറ്റായിട്ടേ കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ശരി ഒരു 6 മണിക്ക് ശേഷം 6 മണിക്ക് വിളിച്ചാൽ മതി എന്ന് പതുക്കെ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം അവനെ വിളിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഞാൻ മോനെ വിളിച്ചിട്ട് അവനോട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ താളിപ്പിടണമല്ലോ. അപ്പോൾ ഞാൻ താളിപ്പിടാനായിട്ട് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ്, താളിപ്പ് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഇതിൽ നമ്മുടെ ഇങ്ക് പൗഡർ കുറച്ചിടണം. അതിട്ടിട്ട് എന്നിട്ട് അതിന് മുകളിൽ ഈ താളിപ്പ് വെച്ചാൽ ചട്നി നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും, ആ ഫ്ലേവറും നല്ലതായിരിക്കും. പിന്നെ ചട്നി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദോശ നമുക്ക് പോകുമ്പോൾ കഴിക്കുമ്പോൾ ചുട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കം റൈസാണ്. സോ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് വെച്ചേക്കാണ്. തക്കാളി, പച്ചമുളകും എല്ലാം, ഉള്ളിയൊക്കെ, കറിവേപ്പില. അപ്പോൾ ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട് ചൂടാക്കാൻ. അപ്പോൾ അതിൽ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ജീരകം, ഉഴുന്ന്, കപ്പലണ്ടി ഇട്ടിട്ട് വറുക്കാണ്. അതൊന്ന് നല്ലപോലെ ഒന്ന് സോട്ടായി ചെയ്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കടുക് ഇടുന്നത് ഇതിൽ. അല്ലെങ്കിൽ കടുക് പൊട്ടും, ഇറ്റങ്ങളൊന്നും വേവുണ്ടാവില്ല, ശരിക്കും ഇതായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് നേരം മാറി കഴിഞ്ഞിട്ട്, അത്ര നേരമല്ല, ലൈറ്റായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴാണ് ഞാനിതിൽ കടുക് പൊട്ടിക്കുന്നത്. എന്നിട്ട് എല്ലാം ഇട്ടിട്ട് അതിൽ ഞാൻ ഓണിയൻസൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസി, സിമ്പിളാണ്. നമുക്ക് കാലത്ത് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മെയിൻ ഐറ്റം ലൈക്ക് ക്യാപ്സിക്കമോ ബീട്രൂട്ടോ ക്യാരറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വഴുതനങ്ങ ഇടാം. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും, പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ അതിൽ എല്ലാം പൊടികളിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഗരം മസാല ഇടാം, നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഗരം മസാലയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിപ്പോൾ തക്കാളി ഇട്ടു. ഒരു തക്കാളി മതി, ചെറുത്. അതൊരു ടേസ്റ്റിനാണ്, പുളി ടേസ്റ്റിന് ഒന്ന് കുറച്ച് വേണം. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്യുമ്പോൾ അതൊന്ന് സോഫ്റ്റ് മെഷിയാണ്. അത് നല്ലപോലെ സോഫ്റ്റ് ആകുമ്പോൾ അതിൽ നിന്ന് ഒരു എണ്ണ വിടും ഈ വെജിറ്റബിൾസിൽ നിന്ന്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, ഫുഡിന് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ അടിച്ച് വെച്ച് അതൊന്ന് നൈസാക്കാണ്. അപ്പോഴേക്കും ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മസാലയുടെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി വെക്കണം. അപ്പോൾ അതിന് കഴിക്കാൻ നല്ല രസം, ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മസാലകളൊക്കെ നല്ലപോലെ ഇളക്കി നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം കുറച്ച് ക്രഞ്ചി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ എൻ്റെ മക്കൾക്ക് ക്രഞ്ചി ഒന്നും ആവശ്യമില്ല, അത് നല്ലപോലെ ടേസ്റ്റി ആയിട്ടുണ്ടാകും. സോ അതൊന്ന് അടിച്ച് വെച്ച് ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റാൻ നോക്കണം, നല്ലതായിട്ട്. അപ്പോൾ അത് നമുക്ക് അടിച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതും നല്ലപോലെ ആവും. അപ്പോൾ നല്ലപോലെ സോട്ടേ ചെയ്തിട്ട് അത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ച് നല്ല ഇതായിരിക്കും. ഇത് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ചോറിട്ടു, വേവിച്ച ചോറിട്ടിട്ട് ഒന്ന് ഇളക്കി അത് യോജിപ്പിച്ച്, അത് ഓൾറെഡി ഞാൻ അതൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നല്ലപോലെ ഇളക്കി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇടാക്കി കൊടുക്കാം. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ വേറെ വീഡിയോ ആയിട്ട്